എല്ലാവർക്കും സന്തോഷാണോ? എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരിയുണ്ടല്ലോ. ജിഫി എന്താ പറഞ്ഞേ? ആ, തൊപ്പിയോ? ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമോ? ആ, എന്താണ് ടീച്ചറിന്റെ തലയിലുള്ളത്? തൊപ്പി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തൊപ്പി. തൊപ്പി കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? ആ, ഇത് നോക്കിയേ, ടീച്ചറിന്റെ കയ്യില് വളയുണ്ട്. പിന്നെയോ, കണ്ടോ, ഇത് ടീച്ചറിന്റെ പുതിയ ബാഗാണ്. ഇതെല്ലാം ടീച്ചർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയോ? ടീച്ചർ ഉണ്ടാക്കിയത് ഇലകൾ കൊണ്ടാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇലകൾ. എങ്കിൽ ഈ തൊപ്പി ഉണ്ടാക്കിയ ഇല ഏതാണെന്ന് ഒന്ന് പറയാമോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ, സംശയാണല്ലേ? എങ്കിൽ നമുക്ക് ഒരു പഠനയാത്ര പോയാലോ? ചുറ്റുപാടും നമുക്ക് നടന്ന് ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നിങ്ങളും പോരുമോ ടീച്ചറിന്റെ ഒപ്പം? മക്കളെ, ഓടി നടക്കാതെ എല്ലാവരും ഇങ്ങോട്ട് വന്നിരുന്നേ. നമ്മള് പരിസരം നിരീക്ഷിക്കാനായിട്ട് എത്തിച്ചേർന്നു. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ടീച്ചർ ഉണ്ടാക്കിയ ഈ തൊപ്പി ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തുന്നവർക്ക് ടീച്ചർ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കിയേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലേ. ആദ്യം കണ്ടെത്തുന്നവർക്ക് ഈ സമ്മാനം ടീച്ചർ തരും. അത് കഴിഞ്ഞിട്ട് ആര് കണ്ടെത്തും? അവർക്കാണ് ഈ സമ്മാനം. പക്ഷെ എല്ലാവർക്കും ടീച്ചർ സമ്മാനമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരിസരമൊക്കെ നന്നായി നിരീക്ഷിക്കണം. ആ, ഇതാണല്ലേ ടീച്ചർ തൊപ്പി ഉണ്ടാക്കിയില്ല. ഇത് ഏത് ഇലയാണ്? പ്ലാവില. പ്ലാവിൻ്റെ ഇലയാണ് പ്ലാവില. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ടീച്ചർ ഓടിച്ച ഈ ചെറിയ കൊമ്പിലെ ധാരാളം ഇലകളുണ്ടല്ലേ. നോക്കിയേ, ചെറുതും വലുതുമായ ധാരാളം ഇലകൾ. ഈ ഇല ഏതാണ്? ചെറിയ ഇലയാണല്ലേ. ഇതോ വലുത്. ഇത് നോക്കിയേ, അതിനും ചെറുത്. ഇത് മുളച്ചു വരുന്നതേ ഉള്ളൂ. ആകൃതിയെല്ലാം ഒരുപോലെയാണ്, എന്നാൽ വലിപ്പമോ വ്യത്യസ്തമാണല്ലേ. ഇനി നമുക്ക് ഒരു ഇല ഒന്ന് എടുത്തു നോക്കിയാലോ? ഇതാണ് പ്ലാവില. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ, പ്ലാവില. ഇലയിലെ ഞരമ്പുകളാണ് സിരകൾ. ഏതാണ് സിര? ഇലയിലെ ഞരമ്പുകളാണ് സിരകൾ. ഏതാണ് സിര? കണ്ടോ, സിരകൾ. എല്ലാവരും ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, സിരകൾ. ഇതൊന്ന് ശ്രദ്ധിച്ചേ, സിരകളുടെ വിന്യാസം. ഈ ഇലയിലെല്ലാം സിരകൾ വിന്യസിച്ചിരിക്കുന്നു. ഇതാണ് സിരാവിന്യാസം. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ. അഭിഷേക്, ശബ്ദത്തിൽ പറ, സിരാവിന്യാസം. ഒന്ന് പറഞ്ഞേ, സിരാവിന്യാസം. സിരാവിന്യാസം. സിരകള് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇലകളിലെല്ലാം സിരകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെയാന്ന് നോക്കിയേ. കണ്ടോ, വല കണ്ണുകൾ പോലെയാണ് ബന്ധിതമായിരിക്കുന്നത്. ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ഇല കൊണ്ടാന്ന് മനസ്സിലായോ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ടീച്ചറിന്റെ പുതിയ ബാഗാണിത്. ഏത് ഇല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്ന് നോക്കിയേ. ആ, ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന ബാഗ് ഏത് ഇല കൊണ്ടാ? സംശയമാണല്ലേ. എങ്കിൽ നമുക്ക് ഇത് ഏത് സസ്യത്തിന്റെ ഇലയാണെന്ന് അറിയാൻ പരിസരം ഒന്ന് നിരീക്ഷിക്കാം. നോക്കിയേ, ഈ സസ്യത്തിന്റെ ഇലയാണ് ടീച്ചർ ബാഗ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഈ സസ്യമാണ് തേക്ക്. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ, തേക്ക്. ഒന്നും കൂടി പറഞ്ഞേ, തേക്ക്. ഇതാണ് തേക്കിന്റെ ഒരു ചെറിയ കൊമ്പ്. ഇതില് നോക്കി എല്ലാവരും സൂക്ഷിച്ച്. ഇതില് ധാരാളം ഇലകളില്ലേ? ഈ തേക്കിലയുടെ ആകൃതി ഒന്ന് നോക്കാമോ? ഇതാണ് തേക്കിലയുടെ ആകൃതി. ഈ തേക്കിലയുടെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഇലയുടെ വലിപ്പമാണോ ഈ ഇലയ്ക്ക്? അല്ല അല്ലേ.
ഇത് ചെറിയ ഇല. എന്നാൽ ഇതോ? ഇത് വലിയ ഇല. തേക്കിന്റെ ഇലയാണ് തേക്കില. തേക്കില. എന്താണ് സിരകൾ? ഇലഞ്ഞെട്ടിൽ നിന്നും ഇലയുടെ അഗ്രഭാഗം വരെ പോകുന്ന ഞരമ്പുകളാണ് സിരകൾ. നോക്കിയ കൂട്ടുകാരെ, സിരകൾ ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ചെറിയ ശാഖാസിരകളും ഈ ഇലയിലുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് സിരാവിന്യാസം. സിരാവിന്യാസം. വള കണ്ടില്ലേ? ഈ വളയുണ്ടാക്കിയിരിക്കുന്ന ഇല ഏത് സസ്യത്തിൻ്റെതാണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ചുറ്റുപാടും. ഈ സസ്യത്തിന്റെ ഇല കൊണ്ടാണ് ടീച്ചർ വളയുണ്ടാക്കിയത്. ഇത് ഏത് സസ്യമാണ്? മാവ്. കൂട്ടുകാരെ, ഈ മാവിന്റെ ഇല ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് മാവില. ഇലയുടെ ആകൃതി ഒന്ന് ശ്രദ്ധിക്കാമോ? ഇലഞ്ഞെട്ടിലെയാണ് ടീച്ചർ പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഇലയുടെ ആകൃതി. കൂട്ടുകാരി, ഇലയുടെ ആകൃതി കണ്ടോ? ഇതുപോലെയുള്ള ആകൃതി തന്നെയാണോ ഈ സസ്യത്തിന്റെ എല്ലാ ഇലകൾക്കും? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മാവിലയുടെ ഇലകൾക്കെല്ലാം ഒരേ ആകൃതിയാണ്. ഈ മാവിലയുടെ ഞരമ്പുകൾ കണ്ടോ? ഇതാണ് സിരകൾ. സിരകള് മാവിലയുടെ ഇരുവശങ്ങളിലുമായി വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് സിരാവിന്യാസം. സിരാവിന്യാസം. പ്രധാന സിര ഇരുഭാഗങ്ങളിലും ചെറിയ ശാഖാസിരകൾ പോയിട്ടുണ്ട്. ഇത് വല കണ്ണികൾ പോലെയാണ് മാവിലയിൽ കാണപ്പെടുന്നത്. ഇതെന്താണ്? സിരാവിന്യാസം. കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു സസ്യത്തെ പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണ് ആൽമരം. ഇത് ഏത് മരമാണ്? ആൽമരം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആൽമരം. എല്ലാവരും ഈ ആൽമരത്തിലേക്ക് ഒന്ന് നോക്കിയേ. ആൽമരത്തിന്റെ പ്രകടമായ ഭാഗമാണ് ഇലകൾ. ഇതാണ് ആൽമരത്തിന്റെ ഇല. ടീച്ചർ ഒരു ചെറിയ കൊമ്പൊടിക്കട്ടെ. കൂട്ടുകാരെ, ഇതാണ് ആലില. ആൽമരത്തിന്റെ ഒരു ചെറിയ കൊമ്പാണ് ടീച്ചറിന്റെ കയ്യിലുള്ളത്. ഈ ഇലയുടെ ആകൃതി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതാണ് ആലില. ഈ ആലിലയുടെ ഇലഞ്ഞെട്ട് കണ്ടോ? ഇലഞ്ഞെട്ടിലാണ് ടീച്ചർ പിടിച്ചിരിക്കുന്നത്. ഇലയുടെ ആകൃതി കണ്ടോ നിങ്ങളെല്ലാവരും? ആലിലയുടെ ആകൃതിയാണിത്. ഈ കൊമ്പിലുള്ള എല്ലാ ഇലകൾക്കും ഒരേ ആകൃതിയാണോ? അതെ അല്ലേ? ഇലകൾക്കെല്ലാം ഒരേ ആകൃതിയാണ്. ആൽമരത്തിൻ്റെ ഇലകൾക്കെല്ലാം ഒരേ ആകൃതിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? കുട്ടികളെ, ഈ ആലിലയുടെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ചെറിയ വലിപ്പത്തിലുള്ള ആലില. എന്നാൽ ഇതിലും വലിയ ഇല ഇതിലുണ്ടോ? ഇതാണ് വലിയ ഇല. ഇനി ഇതിലും വലുതുണ്ടോ? ഉണ്ടല്ലേ? എന്നാൽ ഈ ഇലയൊന്ന് നോക്കിയേ. വലുതും ചെറുതുമായ ധാരാളം ഇലകളുണ്ട്. ഇനി കൂട്ടുകാരെ, എല്ലാ ഇലകളും ഒരേപോലെയാണോ? ആൽമരത്തിൻ്റെ ഇലകളെല്ലാം ഒരേ ആകൃതിയാണ്. എന്നാൽ വലിപ്പമോ വ്യത്യസ്തമാണ്. സസ്യങ്ങളെയും അവയുടെ ഇലകളെയും എല്ലാം നിരീക്ഷിച്ച് പോകടിച്ചോ? എങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? മുറ്റത്തുണ്ടൊരു പ്ലാവുമരം, പ്ലാവുമരത്തിൽ പ്ലാവില. മുറ്റത്തുണ്ടൊരു തേക്കുമരം, തേക്കുമരത്തിൽ തേക്കില. മുറ്റത്തുണ്ടൊരു മാവുമരം, മാവുമരത്തിൽ മാവില. മുറ്റത്തുണ്ടൊരു ആൽമരം, ആൽമരത്തിൽ ആലില. നിങ്ങൾക്ക് ഇഷ്ടായോ പാട്ട്? എങ്കിൽ ടീച്ചറിനൊപ്പം നിങ്ങളും ആ പാട്ടൊന്ന് പാടാമോ? ടീച്ചർ വരികൾ പാടിത്തരാം. ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ ഒപ്പം പാടണം. തുടങ്ങാം. മുറ്റത്തുണ്ടൊരു പ്ലാവും
പ്ലാവില. എല്ലാവരും ഒന്ന് പാടിയേ. മുറ്റത്തുണ്ടൊരു പ്ലാവുമരം, പ്ലാവുമരത്തിൽ പ്ലാവില. ഇനി അടുത്ത വരി ടീച്ചർ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. മുറ്റത്തുണ്ടൊരു തേക്കുമരം, തേക്കുമരത്തിൽ തേക്കില. വരികൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒന്നുകൂടി ടീച്ചർ പാടട്ടെ. മുറ്റത്തുണ്ടൊരു തേക്കുമരം, തേക്കുമരത്തിൽ തേക്കില. ഒന്ന് പാടി. മുറ്റത്തുണ്ടൊരു തേക്കുമരം, തേക്കുമരത്തിൽ തേക്കില. ഇനി അടുത്ത വരി ടീച്ചർ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. മുറ്റത്തുണ്ടൊരു മാവുമരം, മാവുമരത്തിൽ മാവില. വരികൾ മനസ്സിലായല്ലോ? എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയേ, ശബ്ദത്തിൽ പാടിയേ. മുറ്റത്തുണ്ടൊരു മാവുമരം, മാവുമരത്തിൽ മാവില. ഇനി അടുത്ത വരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. മുറ്റത്തുണ്ടൊരു ആൽമരം, ആൽമരത്തിൽ ആലില. മുറ്റത്തുണ്ടൊരു ആൽമരം, ആൽമരത്തിൽ ആലില. എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ? ഇനി നമുക്ക് ഒരു വർക്ക്ഷീറ്റ് ചെയ്താലോ? നമ്മൾ പഠിച്ച എല്ലാ സസ്യങ്ങളുടെയും ചിത്രം ഇതിലുണ്ട്. സസ്യം ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ഒപ്പം തന്നെ അതിന്റെ ഇല ഏതാണെന്ന് എന്ത് ചെയ്യണം? യോജിപ്പിക്കുകയും ചെയ്യണം. ഇത് നോക്കിയേ, പ്ലാവ്. പ്ലാവിന്റെ ഇലയാണ് പ്ലാവില. ഇതേതാ? തേക്ക്. തേക്കിന്റെ ഇല തേക്കില. മാവ്. മാവിന്റെ ഇലയാണ് മാവില. ആൽമരം. ആൽമരത്തിന്റെ ഇലയാണ് ആലില. നമ്മുടെ ചുറ്റുപാടുമുള്ള ധാരാളം സസ്യങ്ങളെ നമ്മൾ കണ്ടു. എല്ലാ സസ്യങ്ങൾക്കും ഇലകളുണ്ട്. ഇലകളുടെ ആകൃതിയും വലിപ്പവും എല്ലാം വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം കണ്ട പ്ലാവിലയുടെ ആകൃതിയാണോ തേക്കിലയ്ക്ക്? തേക്കിലയുടെ ആകൃതിയാണോ മാവിലയ്ക്ക്? മാവിലയുടെ ആകൃതി പോലെയാണോ ആലില? അല്ല അല്ലേ? എല്ലാ ഇലകളുടെയും ആകൃതി വ്യത്യസ്തമാണ്. വലിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്ലാവിലയേക്കാളും വലിയ ഇലയാണ് തേക്കില. എന്നാൽ തേക്കിലയേക്കാളും ചെറിയ ഇലയല്ലേ മാവില? എന്നാൽ ആലില നോക്കിയേ. ആലിലയുടെ വലിപ്പവും ആകൃതിയും വ്യത്യസ്തമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സസ്യങ്ങളുടെ ഇലകളുടെ ആകൃതിയും വലിപ്പവും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാം. അത് മാത്രമാണോ വ്യത്യസ്തമായിട്ടുള്ളത്? അല്ല കുട്ടികളെ, സിരകളും വ്യത്യസ്തമാണ്. കുട്ടികളെ, ഇതാണ് പ്ലാവില. എല്ലാവരും പഠിച്ചുല്ലോ. ഇനിയും നമ്മളുടെ ഇലയാൽബത്തിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാ നമുക്ക് വരയ്ക്കാൻ പറ്റുക? നോക്കിയേ കുട്ടികളെ, ഇത് ഇലഞ്ഞിട്ട് ഇതിൽ നിന്നും കുത്തുകൾ യോജിപ്പിച്ച് നമുക്ക് ഇലയാൽബത്തിൽ വരയ്ക്കണം. രക്ഷിതാക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങള് ഈ കുത്തുകൾ യോജിപ്പിക്കണം കേട്ടോ. എല്ലാവർക്കും കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കാൻ അറിയാമോ? ശ്രദ്ധിച്ച് ചെയ്യണോട്ടോ. കുട്ടികളെ, ഇന്ന് നമ്മള് സസ്യങ്ങളെ കുറിച്ചും അവയുടെ ഇലകളെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നന്നായി പഠിച്ചു. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്താലോ? നമ്മൾ പഠിച്ച എല്ലാ സസ്യങ്ങളുടെയും ചിത്രം ഇതിലുണ്ട്. സസ്യം ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ഒപ്പം തന്നെ അതിന്റെ ഇല ഏതാണെന്ന് എന്ത് ചെയ്യണം? യോജിപ്പിക്കുകയും ചെയ്യണം. ഈ വർക്ക്ഷീറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്ന് വായിച്ചേ. ചേരുംപടി ചേർക്കുക. ചേരുന്നത് വേണം ചേർക്കാൻ. ഇതേത് സസ്യമാണ്? പ്ലാവ്. പ്ലാവിന്റെ ഇല എവിടെയാ? ഒന്നേ തൊട്ട് കാണിച്ചേ. ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലാവ്, പ്ലാവില. ഇതുപോലെ നിങ്ങള് ചേരുംപടി ചേർക്കണം. നിങ്ങള് പെൻസിൽ കൊണ്ട് പ്ലാവിൽ നിന്നും പ്ലാവിലയിലേക്ക് ചേരുംപടി ചേർക്കണം. അതുപോലെ ഇതേത് സസ്യമാണ്?
തേക്ക്. തേക്കിന്റെ ഇല ഇവിടെ ഉണ്ടോ? നിങ്ങൾ കണ്ടെത്തി ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പരിസരത്തുള്ള വിവിധ സസ്യങ്ങളെയും അവയുടെ ഇലകളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. ഇനിയും നമ്മൾ പ്ലാവില കുത്തുകൾ യോജിപ്പിച്ചു വരച്ചു. എല്ലാ ഇലകളും നമ്മൾ ശേഖരിച്ചു. ഇതുപോലെ നിങ്ങളും മുതിർന്നവരുടെ സഹായത്തോടെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടും നിരീക്ഷിച്ച് ഇലകൾ ശേഖരിച്ച് ഇതുപോലെ ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന ഇല ആൽബം പോലെ തയ്യാറാക്കണം. മനസ്സിലായോ? ഇനി നോക്കിയേ, നമ്മള് പഠിച്ച എന്താണിത്? പ്ലാവില. ഇതുപോലെ വേണം നിങ്ങൾ ഇലയാൽബം തയ്യാറാക്കാൻ. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണേ, മുതിർന്നവരുടെ കൂടെ വേണം ഇലകൾ ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾ പോകേണ്ടത്. ഇതാണ് ടീച്ചർ ഉണ്ടാക്കിയ ഇലയാൽബം. ഇതുപോലെ നിങ്ങളും ചെയ്യണേ. നമ്മൾ ബോർഡിൽ വരച്ചില്ലേ, കുത്തുകൾ യോജിപ്പിച്ച് വരച്ചില്ലേ? ഇതും നിങ്ങളുടെ ഇലയാൽബത്തിൽ കൂട്ടിച്ചേർക്കണേ. ഇതാണ് തേക്കില. നല്ല കുട്ടി. ഇത് നോക്കിയേ, വലിയ ഇല, ഇത് ചെറിയ ഇല. ഇതാണ് തേക്കിലയുടെ ആകൃതി. ഇതോ, ഇതാണ് ആലില. ഇത് ആലിലയുടെ ആകൃതിയാണ്. ഇത് വലിയ ഇല. ഇതോ ചെറിയ ഇല. ഇതാണ് സ്ഥിരവിന്യാസമുള്ളത്. ഇത് ടീച്ചറെ വരച്ചത്, ട്രേസ് എടുത്ത് കാണിച്ചത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇലയാൽബത്തിൽ ഉണ്ടാകണം. പരിചയപ്പെട്ട സസ്യങ്ങളുടെ ഇലകളെല്ലാം ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ എളുപ്പത്തിൽ കീറിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് ഏതിലയാണ്? എവലിൻ പറഞ്ഞത് കേട്ടോ? ഏതിലയാണ്? തേക്കില. ഇലയുടെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ നമുക്ക് എളുപ്പത്തിൽ കീറണം. സാധിക്കുമോ എന്ന് നോക്കാം. കൂട്ടുകാരൊന്ന് നോക്കിയേ. അയ്യോ, പൊട്ടിപ്പോകുന്നു. ഇല്ല, എന്തു പറ്റി? കൂട്ടുകാരെ, ഇതാണ് ഇലയുടെ സിരകൾ. ഈ സിരയുടെ ഭാഗം വരുമ്പോൾ ഈ മാംസള ഭാഗം പൊട്ടിപ്പോകും. നമുക്ക് കീറിയെടുക്കാൻ പറ്റില്ല. ഇല പകുതിയായിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ടും കീറിപ്പോകും. മറ്റൊരു ഇല നമുക്ക് നോക്കിയാലോ? ഇതാണ് ആലില. ആലിലയും പൊട്ടിപ്പോകുന്നു. ഇലഞ്ഞെട്ടിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതേതിലയാണ്? മാവില. അയ്യോ, ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കിത് കീറിയെടുക്കാൻ സാധിക്കാത്തത്? സിരകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്, വിന്യസിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇല എളുപ്പത്തിൽ കീറിയെടുക്കാൻ സാധിക്കാത്തത്. ഇത് ഏത് സിരയാണെന്നറിയോ? ഈ സിരവിന്യാസമാണ് ജാലികാ സിരവിന്യാസം. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ടീച്ചർ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ? ഇത് ടീച്ചർ ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ടീച്ചർ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ആദ്യം നമ്മൾ ശേഖരിച്ച എല്ലാ ഇലകളും എന്ത് ചെയ്തു എന്നറിയോ? ടീച്ചർ നമ്മൾ ശേഖരിച്ച എല്ലാ ഇലകളും ടീച്ചർ വെള്ളത്തിലിട്ട് വെച്ചു. കൂട്ടുകാരെ, ഇത് നോക്കിയേ. കണ്ടോ? വെള്ളം കണ്ടോ? ഈ വെള്ളത്തിലേക്ക് ടീച്ചർ ഈ ഇലകളെല്ലാം ഇട്ട് വെച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കണം. അതിനുശേഷം 5 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇലകൾ എടുത്തു കഴിഞ്ഞാൽ, കുട്ടികളെ നോക്കിയേ, ഇത് ഏത് ഇലയാണ്? നമ്മളുടെ മാവിലയും നമ്മൾ എന്ത് ചെയ്യണം? തുടച്ച് മാംസള ഭാഗം നീക്കം ചെയ്യണം. വെള്ളത്തിലിട്ട ഇലകൾ ഇതുപോലെ മാംസള ഭാഗം നീക്കം ചെയ്യണം. ഇത് ആലില. ഈ ആലിലയുടെ മാംസള ഭാഗം
മാംസള ഭാഗം വളരെ പതുക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ തുടച്ച് നീക്കണം. വളരെ ശ്രദ്ധയോടെ വേണം ഈ മാംസള ഭാഗം നീക്കം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ട കൂട്ടുകാരെ ഇതുപോലെ നമുക്ക് ലഭിക്കും. പല കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസമാണ് ജാലികാ ശിരാവിന്യാസം. ഇതാണ് മാവിലയുടെ സിരകൾ. ഇത് ആലിലയുടേത്. ശിരാവിന്യാസം കുട്ടികളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു? ദേ മാവിലയുടെ മാംസള ഭാഗവും നീക്കം ചെയ്തു. ഇത് ഏത് ഇലയാണ്? തേക്കില. തേക്കിലയുടെ സിരകൾ കണ്ടോ? ഇലഞ്ഞെട്ടിൽ നിന്നും മധ്യഭാഗത്തിലൂടെ ഇലയുടെ അഗ്രം വരെ ഒരു പ്രധാന സിര പോയിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലേക്കും ചെറിയ സിരകൾ പോയിട്ടുണ്ട്. ഈ സിരകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? വലകണ്ണികൾ പോലെ അല്ലേ? നിങ്ങൾ വല കണ്ടിട്ടുണ്ടോ? പരസ്പരം ബന്ധപ്പെട്ടാണ് വലകണ്ണികൾ ഉള്ളത്. അതുപോലെ ഇലകളിൽ പരസ്പരം സിരകൾ വലകണ്ണികൾ പോലെ കാണപ്പെടുന്നു. ഇതിനെന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വലകണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസമാണ് ജാലികാ ശിരാവിന്യാസം. എല്ലാവരും ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ. ജാലികാ ശിരാവിന്യാസം. ഒന്നുകൂടി ശബ്ദത്തിൽ പറഞ്ഞേ. ജാലികാ ശിരാവിന്യാസം. ഒന്നുകൂടി പറയാമോ ശബ്ദത്തില്? വലകണ്ണികൾ പോലെ ഇലകളിൽ കാണപ്പെടുന്നതാണ് ജാലികാ ശിരാവിന്യാസം. കൂട്ടുകാരെ, ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി ഞരമ്പ് പോലെ കാണപ്പെടുന്ന ഭാഗമില്ലേ? ഇതാണ് സിരകൾ. സിരകൾ ഇരുവശങ്ങളിലേക്കും വലകണ്ണികൾ പോലെ കാണപ്പെടുന്നു. എങ്ങനെയാണ് കാണപ്പെടുന്നത്? വലകണ്ണികൾ പോലെ പരസ്പരം കൂട്ടിമുട്ടി കാണപ്പെടുന്നു. ഇതാണ് ജാലികാ ശിരാവിന്യാസം. എല്ലാവരും ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ. ജാലികാ ശിരാവിന്യാസം. ഇലകളിലെ ഞരമ്പുകൾ വലകണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് ജാലികാ ശിരാവിന്യാസം. കൂട്ടുകാരെ, ജാലികാ ശിരാവിന്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ? എന്തെന്നറിയാമോ കൂട്ടുകാരെ? ജാലികാ ശിരാവിന്യാസം. ജാലികാ ശിരാവിന്യാസം എന്തെന്നറിയാമോ കൂട്ടുകാരെ? ജാലികാ ശിരാവിന്യാസം. ഇലകൾ വാലക്കണ്ണി പോലെ കാണും. ഇതിന്റെ പേരെന്ത്? എന്ത്? ജാലികാ ശിരാവിന്യാസം. ജാലികാ ശിരാവിന്യാസം. ഇലകൾ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് ജാലികാ ശിരാവിന്യാസം. എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും പരിസര പഠന ബുക്കില് ഈ കാര്യം മുതിർന്നവരുടെയോ രക്ഷിതാക്കളുടെയോ സഹായത്തോടെ എഴുതി വെക്കണേ. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അവയുടെ ഇലകൾ പഠിച്ചു. ഇലകളുടെ പ്രത്യേകത എന്തായിരുന്നു? ആകൃതിയും വലിപ്പവും വ്യത്യസ്തമാണെന്ന് പഠിച്ചു. അത് മാത്രമാണോ വ്യത്യസ്തമായിട്ടുള്ളത്? അല്ല, സിരകളും വ്യത്യസ്തമാണെന്ന് പഠിച്ചു. അതിൽ ഏത് സിരയെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചത്? ജാലികാ ശിരാവിന്യാസം. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്താലോ? രക്ഷിതാക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങള് ഈ കുത്തുകൾ യോജിപ്പിക്കണം. ചങ്ങാതിമാരെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്ഷീറ്റ്. ഇതിൽ 2 പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്ന്, ജാലികാ ശിരാവിന്യാസമുള്ള ചിത്രങ്ങൾക്ക് നിറം നൽകുക. 2, ജാലികാ ശിരാവിന്യാസമുള്ള ഇല ഏതെന്ന് കണ്ടെത്തി തന്നിരിക്കുന്ന കോളത്തിൽ ശരി ചിഹ്നം അടയാളപ്പെടുത്തണം.
ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കട്ടെ. പ്രിയ രക്ഷിതാക്കളെ, സസ്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവയുടെ ഇലകളുടെ ആകൃതിയും വലിപ്പവും ശിരാവിന്യാസവും വ്യക്തമായി കുട്ടികൾക്ക് കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. സ്പർശം, ഗന്ധം എന്നിവയിലൂടെ പഠിക്കാൻ അവസരം സൃഷ്ടിക്കണം. ഇലയാൽബം തയ്യാറാക്കാൻ അവരെ സഹായിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംവേദന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശബ്ദവും വെളിച്ചവും കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് നൽകാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.